യെസ് ഹലോ ബച്ചോ ഹായ് നമസ്തേ. സോ ക്രിസ്മസ് എക്സാമിന് +2 നല്ലൊരു മാർക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. 3 യൂണിറ്റുകളിലാണ് ഇത്. നോക്കിയാൽ മതി, ഇവിടെ പറയുന്നത് മാത്രമായിരിക്കും നിങ്ങളുടെ എന്ത് ചെയ്യുന്നത് നാളെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണാൻ പോകുന്നത്. കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൽ എങ്ങനെയൊക്കെ പഠിച്ചാൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. സോ 1, 2, 3 യൂണിറ്റുകളിലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെയാണ് വരുന്നതെന്ന് വളരെ ക്വിക്കായിട്ട് നമുക്ക് നോക്കിയേക്കാം. സോ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം തന്നെ ഒന്നാമത്തെ യൂണിറ്റ് ഞാനിവിടെ അതിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. ഒന്നാമത്തെ യൂണിറ്റ് വളരെ കുറവാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയാണ് കൂടുതൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ തന്നെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. സോ എവിടെയാണ് ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? മാതൃഭൂമിയിലെ ആസ്വാദനക്കുറിപ്പ് എന്തായാലും വളരെ അപ്രിസിയേഷൻ ചോദിക്കുക. 4 മാർക്കിന് ചോദിക്കാനൊക്കെ വളരെ സാധ്യത കുറവാണ്. ബട്ട് സ്റ്റിൽ 4-6 മാർക്കിന് ചോദിക്കാൻ സാധ്യത ഏതാണ്? സപ്നെ കാ ഭി ഹക്ക് നഹി എന്ന പാഠഭാഗത്തിനാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. ബട്ട് സ്റ്റിൽ നമ്മൾ ഓൾറെഡി എന്താണ് പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ. മാതൃഭൂമിയുടെ നമ്മുടെ ഓൺ എക്സാമിന് വന്നതാണ് ഒരു ചോദ്യം. ബട്ട് സ്റ്റിൽ നിങ്ങൾ അറിഞ്ഞു വെച്ചോളൂ, എന്തായാലും അതിനൊരു അപ്രിസിയേഷൻ ആണ്. ബട്ട് സ്റ്റിൽ എന്താണ് അവിടെ ഒരു ഒബ്ജക്റ്റീവ് മാർക്കിൽ 1 മാർക്കിന് ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് ഈ മാതൃഭൂമി പാഠത്തിനുണ്ടാവും. സോ എന്താണ് മുക്കുഡ് ആരാണ് എന്ന രീതിയിൽ ആരാണ്, അതുപോലെ തന്നെ എന്താണ് അതുപോലത്തെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആരാണ് എന്ന രീതിയിലുള്ള ശേഷ്നാഗാണ് മുക്കുഡ് അങ്ങനത്തെ പറയുന്ന പോലെ ചെറിയ 1 മാർക്കുള്ള ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് മാതൃഭൂമിയിൽ നിന്നുണ്ടാവും. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മാത്രം മതി. നീലാകാശ വസ്ത്രമാണ്, സമുദ്രം എന്താണ്, ഖടീബ് എന്താണ്, സൂര്യചന്ദ്രൻ മുക്കുട്ടാണ്. ഓക്കെ, സൂര്യൻ ചന്ദ്രനാണ് മുക്കുട്ട എന്ന് പറയുന്നത്. അങ്ങനത്തെ പോയിന്റ്സ് ആണ്. അപ്പൊ ശേഷ്നാഗ് എന്താണ്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 1 മാർക്കിന് വേണ്ടിയിട്ട് ഒബ്ജക്റ്റീവ്സ് ആയിട്ടുള്ള മാതൃഭൂമി എന്തായാലും പഠിച്ചു വെച്ചേക്ക്. അടുത്തായിട്ട് ബേട്ടി കെ നാമിൽ എന്തായാലും ബഹദൂർ ഷാ സഫറിന്റെ അകത്ത് ഒരു ഡയറി എന്നതും ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗിൽ ഡയറി എന്നത് ബാദ്ഷാ ഷഫറിന്റെ ഒരു ഡയറി, അന്നത്തെ ദിവസത്തിന് അദ്ദേഹത്തിന്റെ ഒരു ഡയറി എന്നൊരു ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കള്. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത് അവസാനമായിട്ട് 8 മാർക്കിന് ചോദിക്കാൻ എന്തായാലും നിങ്ങൾക്ക് ഒരു വിജ്ഞാപന്റെ ഒരു ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം. എന്ത് ചോദിച്ചാലും ഒരു വിജ്ഞാപൻ, ഒരു പുതിയ കാർ ഇറക്കുവാണ്, സോ അതിന്റെ ഒരു വിജ്ഞാപന്റെ ഫോർമാറ്റ്. അടുത്ത പോസ്റ്റർ ആക്കുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അതെന്തായാലും ചോദിക്കുന്നത് എന്താണ് പോസ്റ്റർ. അത് ഏതൊക്കെ ഞാൻ പ്രയോറിറ്റി കൊടുക്കുവാണ്. അതെ, പോസ്റ്ററിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഹിന്ദി ദിവസം അല്ലെങ്കിൽ പ്രകൃതി പര്യാവരണ ദിവസ്, അതുപോലത്തെ ഏതെങ്കിലും വിശിഷ്ട ദിവസത്തെ കുറിച്ച് എന്തായാലും ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അടുത്തത് എന്താണ്? ഓക്കെ, വിജ്ഞാപനം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ്? നയ മൊബൈൽ വന്നിട്ടുണ്ട്, യെസ്. അതേപോലെ നയ ഇലക്ട്രിക് കാർ ഉണ്ട്, ഓക്കെ, ഫ്രൂട്ട് ജാം ഉണ്ട്. ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. 8 മാർക്ക് ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങളെ കൊണ്ട് എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം ഞാനായിരുന്നു പാരിഭാഷിക് ശബ്ദാവലി അല്ലേ. അതെന്തായാലും ചോദിക്കുന്നതാണ്. 8 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ പാരിഭാഷിക് ശബ്ദാവലി. അടുത്തതൊരു ജീവൻ വൃത്ത് എന്തായാലും ഉണ്ടാവും. ഒന്നിക്കലും മൈഥിലി ശരൺ ഗുപ്തിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഭഗവത് ശരൺ അഗ്രവാൾ എന്ന് പറയുന്ന ഈ 2 പേരുടെ ആരെങ്കിലും ഒരു ജീവൻ വൃത്ത് എന്തായാലും നിങ്ങൾ ചോദ്യ പേപ്പർ എന്തായാലും ചോദിക്കും. ബട്ട് സ്റ്റിൽ എന്താണ് നിങ്ങൾക്ക് അവിടെ തരുന്നുണ്ട് അല്ലേ, അവരുടെ ഓരോ മെയിൻ പോയിന്റ്സ് തരുന്നുണ്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയട്ടെ, ഒന്നും ചോദ്യ പേപ്പറിൽ അധികം ഒന്നും അറിയാത്തവർക്ക് പോലും, ഒന്നും പഠിക്കാത്തവർക്ക് പോലും ഇതിലൂടെ നിങ്ങൾക്ക് 8-6 മാർക്ക് വാങ്ങാനുള്ള ഓപ്ഷനാണ്. ഇത് 4 എന്തായാലും അറിഞ്ഞിരിക്കണം. ഇതിൻ്റെയൊക്കെ ഫോർമാറ്റ് അറിഞ്ഞിട്ട് മാത്രം. സോ എന്തായാലും ഇതൊരു ടെംപ്ലേറ്റ് രൂപത്തിൽ പഠിച്ചോളൂ. ഈ 4 അറിഞ്ഞിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങാനുള്ള 4 ഓപ്ഷൻസ് ആണ്. ഇത് അറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം ഹാളിലേക്ക് പോകണം. ഇതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. യൂണിറ്റ് 1-ലും ഇതിലും കൂടിയിട്ട് 8 മാർക്കിലും ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്ര മാത്രമാണ് പറയാനുള്ളത്. ഇത് പഠിച്ചിട്ട് മാത്രം പോയാൽ മതി. ഇവിടെ തന്നെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇത് തന്നെയാണ് നിങ്ങൾ നാളെ ചോദ്യ പേപ്പർ എന്തായാലും നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ഇതിന്റെ ടെംപ്ലേറ്റ് പഠിച്ചു വെച്ചോളൂ. ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല ചോദ്യത്തിലെ, ചെറിയ മാറ്റങ്ങൾ. ബട്ട് സ്റ്റിൽ ഇതാണ് അതിന്റെ ഫോർമാറ്റ്. ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ. റെഡി? ഓക്കെ, അടുത്താണ് എനിക്ക് പറയാനുള്ളത് ഏതാണ്? നമ്മൾ നേരെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ കടക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏതാണ്? മേരെ ലാലിന്റെ ഭാവാർത്ഥം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മേരെ ലാലിന്റെ ഭാവാർത്ഥം എന്തായാലും 6 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. മേരെ ലാലിന്റെ ഭാവാർത്ഥ്. മേരെ ലാൽ എന്ന സൂർദാസിന്റെ ആ ഒരു പോയത്തിന്റെ എന്താണ്, നമ്മുടെ ദോഹയിൽ എന്താണ്, യെസ്, ഭാവാർത്ഥം എന്തായാലും ദോഹാനെയ്യ പദാണ്. സൂർദാസിന്റെ പദത്തിൽ എന്താണ്, അതിന് എന്തായാലും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. യെസ്, സൂർദാസിന്റെ മേരെ ലാൽ എന്ന് പറയുന്ന ആ ഒരു കവിതയിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. സോ ദേഖ് ലേന. റെഡി? സോ അടുത്തതാണ് ദോസ്തി എന്ന സിനിമാ ഗാനത്തിൽ വേറെ ഒന്നും ചോദിക്കാനില്ല. അത് അധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. 4 മാർക്ക് നാളെ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഞാൻ ഉറപ്പിച്ചു പറയാം. ക്രിസ്മസ് എക്സാം, നിങ്ങളുടെ നാളത്തെ ക്രിസ്മസ് എക്സാമിന് 4 മാർക്കിന് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടെ. ക്രിസ്മസ് എക്സാമിന്റെ ഷുവർ ഷോർട്ടായിട്ട് 2025 ക്രിസ്മസ് എക്സാം +2 4 മാർക്കിന് ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഒരു ടിപ്പണി എഴുതുക. യെസ്, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എന്താണ്, യെസ്, അതിനെക്കുറിച്ച് ടിപ്പണി എഴുതുക എന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ ചോദ്യ പേപ്പർ നാളെ നിങ്ങൾ കാണാൻ പോകുന്നതാണ്. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഒരു ടിപ്പണി എഴുതുക. സോ ദോസ്തി എന്നതിൽ അത് മാത്രം നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. 4 മാർക്കിന് ചോദിക്കും. എന്തൊക്കെ എഴുതണം? വഫാദാരി, ലോയാലിറ്റി ഉണ്ട്, സുഖ ദുഃഖമേ സാത്തി ആയിട്ടുണ്ട്, അതുപോലെ ശക്തി കെ രൂപമേ ദോസ്തി, ശക്തിശീലമായിട്ട് ദോസ്തി. ഒരു ഫ്രണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന ഒരു ഫ്രണ്ടിന്റെ അവരുടെ പോസിറ്റിവിറ്റി, എങ്ങനെ ലോയൽ ആയിരിക്കണം, വഫാദാരി, ഇങ്ങനെ
ഇങ്ങനെ 4 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ നാളത്തെ ചോദ്യപേപ്പർ 4 മാർക്കിന്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ സൂറിനാമെ പെഹ്ലാ ദിനിൽ ചോദിക്കാൻ ചാൻസ് എന്തൊക്കെയാണ്? 1 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ആണ് സൂറിനാമിൽ. വേറെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടില്ല, 1 മാർക്കിനൊക്കെ ചോദിക്കാൻ അവിടെ ചാൻസ് കൂടുതലുള്ളൂ. കാരണം കോൺസി ഷഹർ ഭാരതീയ ജैसे लगा പാരാമരിബോ ഒക്കെ അതുപോലത്തെ 1 മാർക്കിലുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും അവിടെ നിങ്ങൾക്ക് എന്തായാലും കാണാൻ സാധിക്കുന്നുണ്ട്. സൂറിനാമെ അവിടെ വലുതായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, 1 മാർക്കിലുള്ള ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ എക്സ്പെക്ട് ചെയ്താൽ മതി. റെഡി അല്ലേ? സോ 1 മാർക്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ലേഖ ക്യൂ ഗയത്തെ എന്തിനാണ് പോയത്? വിശ്വ ഹിന്ദി സമ്മേളനത്തിനാണ്. പാട് കവിത ക്യാ ഹെ, पाठ का क्या है? यस पाठ की जो विदा क्या है? पाठ की जो विदा क्या है എന്താണ്? സഫർനാമയാണ്. പാഠ് की विदा क्या है? സഫർനാമയാണ്. സോ 1 മാർക്കുള്ള ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. റെഡി അല്ലേ? ഇനി സൂർദാസിന്റെ മേരേലാൽ ചോദിക്കുവാണെങ്കിൽ അതിന്റെ ഭാവാർത്ഥം എങ്ങനെയൊക്കെ എടുക്കണം? ബാൽ കൃഷ്ണയ്ക്ക് സുന്ദരത അത് വർണ്ണിച്ചുകൊണ്ട് എഴുതണം. യശോദാക്ക് മാതൃഭാവനെ വർണ്ണിക്കണം. വാത്സല്യ രസം, അമ്മയുടെ ആ ഒരു വാത്സല്യ രസം ഉണ്ടാവണം. ഓക്കെ, ദിവ്യ ആനന്ദ് എന്ന് പറയുന്ന ആ ഒരു ആനന്ദം. ഓക്കെ, സുഖമുഗ് ദേക്കി യശോദ ബോലി എന്ന് പറയുന്ന ആ ഒരു വളരെ രസകരമായിട്ടുള്ള ആ ഒരു വാത്സല്യത്തെ കുറിച്ച് എന്തായാലും പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ദോസ്തി എന്നതിൽ പറയേണ്ടത് ഇതാണ്. ദോസ്തി എന്ന ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് 4 മാർക്കിന് ഇതൊന്ന് പഠിച്ചോളൂ. 4 മാർക്കിന് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എന്തായാലും, ദോസ്തിയെ കുറിച്ച് എന്തായാലും എഴുതാൻ നിങ്ങൾ ചോദിച്ചപ്പോൾ നാളെ 4 മാർക്കിന് ഷുവർ ആണ്. ഒന്നും അറിയില്ലെങ്കിൽ ഇതൊരു ബൈഹാർട്ടായിട്ട് പഠിച്ചു ചോദിക്കോളൂ. കാരണം എന്തായാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. 4 മാർക്കിന് ഇമ്പോർട്ടൻറ്റ് 4 മാർക്കിന്റെ ചോദ്യം നിങ്ങൾ ഇതായിരിക്കും കാണാൻ പോകുന്നത്. നോട്ട് ചെയ്തോളൂ. റെഡി അല്ലേ? സോ എന്താണ് ദോസ്തിയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സൂപ്പറായിട്ട് എഴുതാൻ സാധിക്കുന്നുണ്ട്. ദോസ്തിക്ക് ശക്തിക്കും ശക്തിയോർ മഹത്വം ഒക്കെ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എഴുതാൻ സാധിക്കുന്നുണ്ട്. സൂറിനാമയിൽ ഞാൻ പറഞ്ഞ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കൂടുതലും ചാൻസ്. യെസ്, അതുപോലെ എന്താണ് യാത്രാവൃത്തിന്റെ ആ ഒരു വിശേഷതയൊന്ന് പഠിച്ചു വെച്ചോളൂ. ഓക്കെ, റെഡി. സോ അടുത്തെന്താണ് യൂണിറ്റ് 3യിലാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത്. മുർക്കിയിലാണ്. ഇവിടെയാണ് ചരിത്ര ചിത്രം ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാൻ ചാൻസ്. ഇവിടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ ചാൻസ്. ഇവിടെ രാജവന്തിയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് എന്തായാലും അറിഞ്ഞിരിക്കണം. മുർക്കി ഉർഫ് ബുലാക്കിയിൽ. അടുത്ത ജമീൻ എക്സ് ലൈറ്റ് കാ നാം എന്ന് പറയുന്ന സമയത്ത് അച്ഛൻ്റെ ആ ദുഃഖത്തിൽ ഒരു ലെറ്റർ എഴുതുക. പത്രലേഖനം എന്തായാലും ഇവിടെ ഒരു പിതാക്ക ദുഃഖിൽ ഒരു പത്രലേഖനം എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എവിടെയാണ് വരുന്നത്? ജമീൻ എക്സ് ലൈറ്റ് കാ നാമിലാണ്. അതുപോലെ തന്നെ സപ്നെ കാ ഭി ഹക്ക് നഹി എന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. കവിതയുടെ ആ ഒരു 6 മാർക്കിന് ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഇവിടെയാണ്. സപ്നെ കാ ഭി ഹക്ക് നഹി എന്ന് പറഞ്ഞ പാഠഭാഗത്തിൻ്റെയാണ് കൂടുതലും ഇവിടെയാണ് ചാൻസ്. സോ ഇത്രമാത്രം, വേറെ ഒന്നും പഠിക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോയാൽ മതി. നിങ്ങൾക്ക് എന്താണ് എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇത്ര മാത്രം പഠിച്ചിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. രാജവന്തിന്റെ എന്താ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ദയാലുവാണ്, മാ ജേസ സ്വഭാവമാണ്. അതുപോലെ തന്നെ ലച്ചിലാപ്പൻ എന്ന് പറയുന്നത് എന്താണ്? ദൃഢത വെച്ചിട്ടുള്ള ലച്ചിലാപ്പൻ ഉണ്ട് അവർക്ക്. രാജവന്തി ഓർ മുർക്കി കാ റിസ്ത, അവരുടെ ബന്ധം എന്തായാലും പഠിച്ചു വെച്ചു. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതിയിട്ട് രാജവന്തിന്റെ ക്യാരക്ടർ സ്കെച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. അടുത്ത നോക്കുവാണെങ്കിൽ ജമീൻ എക്സ് ലൈറ്റ് കാ നാമിൽ എന്താണ്? പത്രലേഖനം നോക്കുവാണെങ്കിൽ എന്താണ്? यस बेटी द्वारा अपनी सहेली की शादी के बाद घर छोड़ने का दुख व्यक्त करने वाले जो पत्र ആ ഒരു ദുഃഖത്തിനെ കുറിച്ചാണ്. മകളുടെ കല്യാണത്തിന് ശേഷം വീട് വിട്ട് പോകേണ്ട ഒരു ദുഃഖത്തിനെ കുറിച്ചാണ് എന്ന് പറയുന്നത്. സോ പിതാക്ക ഗഹ്റാ ദുഃഖ്, അച്ഛൻ്റെ ആഴത്തിലുള്ള ദുഃഖമാണ്. ഓക്കെ, യെസ്. സോ ക്യാ ഹെ ബേട്ടി കെ വിവാഹ കെ ലിയെ ബലിദാൻ ദിയാ ഹെ ആഖിർ ബാർ ക്യൂ ഗയേ ഖേത്ത് എന്ന രീതിയിലൊക്കെ ആ ഒരു പത്ര നിങ്ങൾക്ക് എന്താണ് അച്ഛൻ്റെ ആ ദുഃഖത്തെ കുറിച്ച് ഒരു പത്രം എഴുതാൻ എന്തായാലും ചാൻസ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാം, രാത്രി ഡിസ്കസ് ചെയ്യാം. സപ്നെ കാ ഭി ഹക്ക് നഹി എന്നതിലാണ് കൂടുതലും ചാൻസ്. സോ ഏതൊക്കെയാണ് അവർക്ക് ഇല്ലാത്തത് ഉള്ളത് എന്ന രീതിയിലാണ്. സപ്നേക്ക ഘറിൽ എന്തൊക്കെയുണ്ട്? ഓക്കെ, സപ്നേക്ക ഘർ വാസ്തവിക് ജോപ്പടി, അവരുടെ സ്വപ്നത്തിലുള്ള വീട്ടിൽ എന്തൊക്കെയുണ്ട്? 4 സ്റ്റാർ റേറ്റിംഗിലാണ്. എന്തൊക്കെയാണ്? യെസ്, നല്ല നല്ല കമര, ആധുനിക് രസോയ് ഉണ്ട്, കിച്ചൺ ഉണ്ട്, ഇവിടെ അതില്ല. ഓക്കെ, കോൺക്രീറ്റ് ചത്ത് ഉണ്ട്, ഇവിടെ ഇല്ല. സോ അതൊരു സ്റ്റാറ്റി റിപ്പോർട്ടിൽ പോലെ ഇട്ടതാണ്. കാരണം എല്ലാം ഉണ്ട്. സ്വപ്നത്തിലെ വീട്ടിലെല്ലാം ഉണ്ട്, അല്ലാണ്ട് യഥാർത്ഥത്തിൽ ഒന്നുമില്ല എന്നൊരവസ്ഥയാണ്. കാരണം സ്വപ്നം ആലോചിക്കാൻ പോലും അവകാശമില്ല എന്ന് പറയുന്നതാണ് സപ്നേക്ക ഭി ഹക്ക് നഹി. ആ പാഠഭാഗത്തിന്റെ സമ്മറി എന്തായാലും പഠിച്ചു വെച്ചോളൂ. നാളെ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ എന്തായാലും കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. സോ ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് മാത്രം പഠിച്ചോളൂ. ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ എക്സാമിൽ സ്കോർ ചെയ്യാം. 2025 ക്രിസ്മസ് എക്സാമിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റെഡി വെച്ചോ? ക്രിസ്മസ് എക്സാം 2025 ഒന്നും പഠിക്കാതെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്ന ഇത്ര മാത്രം അറിഞ്ഞിട്ട് പോയാൽ മാത്രം മതി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സോ അതുപോലെ തന്നെ ഇന്ന് കൃത്യം 7 മണിക്ക് നടക്കുന്ന ലൈവിൽ നമ്മൾ എന്താണ് ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃത്യം 7 മണിക്കുന്ന ലൈവിൽ നമുക്ക് എല്ലാം ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നും പഠിക്കുന്നില്ല, ഇത്രമാത്രം എനിക്ക് നല്ലൊരു മാർക്ക് ജസ്റ്റ് ഒന്ന് പാസ്സാവുക, കുറച്ച് ആവറേജ് നല്ലൊരു മാർക്ക് മതി എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇത്രമാത്രം കാര്യങ്ങൾ പഠിച്ചു പോയിക്കോളൂ. നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കൃത്യം ലൈവിൽ പങ്കെടുക്കും. तो बच्चों मिलते हैं लाइव के अंदर, तब तक के लिए धन्यवाद. थैंक यू.